നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഒരു 4 പോർഷൻ നമ്മൾ പഠിച്ചു തീർത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മളിനി പാസ്റ്റ് ടെൻസിലേക്ക് കയറുകയാണ്. ഈ പാസ്റ്റ് ടെൻസ് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചറും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം പാസ്റ്റിലെ 4 തിരിച്ചിട്ടുള്ളതിൽ ഒന്നാമത്തെ പഠിക്കാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അർത്ഥങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കഴിഞ്ഞ 4 അതാത് അർത്ഥങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷം സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ടെൻസ് പഠിക്കുക. ഇപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഉച്ച സമയമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ പറയുക, എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ നീ ഫുഡ് കഴിച്ചോ, ഞാൻ പറയുകയാണ് ഞാൻ കഴിച്ചു. അല്ലാതെ ഞാൻ കഴിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഞാൻ കഴിക്കും എന്നോ ഉള്ളതല്ല പറയുന്നത്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുവാ, ഞാൻ കഴിച്ചു. അപ്പോൾ അങ്ങനെയുള്ള മീനിങ്ങിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എഴുതി, ഞാൻ പോയി, ഞാൻ സംസാരിച്ചു, ഞാൻ കളിച്ചു, ഞാൻ ചിരിച്ചു, ഞാൻ മിണ്ടി അല്ലെങ്കിൽ ഞാൻ നോക്കി. ഇതെല്ലാം കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. V2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇതിനകത്ത് V1 ആണ് റൈറ്റ്, V2 ആണ് റോട്ട്, റിട്ടൺ ആണ് V3. അതിനകത്ത് ഈ V2 ഫോമാണ് ഇത് മാത്രമേ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കൂ. അതുപോലെ തന്നെ 8 പേരുണ്ടല്ലോ, സബ്ജക്റ്റ് 8 പേര്. ഈ 8 പേരോടെ ചുമ്മാ അങ്ങ് V2 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, എന്താണോ അത്. ഉദാഹരണത്തിന് റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതെന്ന് പറഞ്ഞാൽ എന്തുവാ, ലെറ്ററോ അല്ലെങ്കിൽ നോവലോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേയുടെ സെക്കൻഡ് ഫോമാണ് പ്ലേഡ് എന്ന് പറയുന്നത്. ഒരു പ്ലേഡ് എന്ന് പറഞ്ഞ ശേഷം എന്തുവാ, ക്രിക്കറ്റ് എന്നോ ഫുട്ബോൾ എന്നോ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ എന്നാൽ ഐ റോട്ട് എ ലെറ്റർ, ഞാൻ ഒരു ലെറ്റർ എഴുതി. ഷീ റോട്ട് എ ലെറ്റർ, അവളൊരു ലെറ്റർ എഴുതി. ഇതാണ് ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ. അർത്ഥം അറിയാമല്ലോ, അർത്ഥങ്ങൾ മനസ്സിലാക്കി ടെൻസ് പഠിക്കുക. പിന്നെ നമ്മൾ ആദ്യത്തെ അതിനകത്ത് കുറച്ച് എക്സാമ്പിൾ ഞാനൊന്ന് പറയുകയാണേ. ഉദാഹരണത്തിന് ഐ റോട്ട് എ ലെറ്റർ, ഇതിൻ്റെ അർത്ഥം പറഞ്ഞങ്ങ് പോവാം. ഞാനൊരു ലെറ്റർ എഴുതി. യു റോട്ട് എ ലെറ്റർ, നീ ഒരു ലെറ്റർ എഴുതി. വി റോട്ട് എ ലെറ്റർ, നമ്മളൊരു ലെറ്റർ എഴുതി. ദേ റോട്ട് എ ലെറ്റർ, അവർ ഒരു ലെറ്റർ എഴുതി. ഹീ റോട്ട് എ ലെറ്റർ, അവനൊരു ലെറ്റർ എഴുതി. ഷീ റോട്ട് എ ലെറ്റർ, അവൾ ഒരു ലെറ്റർ എഴുതി. ഇറ്റ് റോട്ട് എ ലെറ്റർ, ഇതൊരു ലെറ്റർ എഴുതി. ഷൈജു റോട്ട് എ ലെറ്റർ, ഇതിപ്പോൾ എൻ്റെ പേരാണ്, അതുകൊണ്ട് ഞാനൊരു ലെറ്റർ എഴുതി. ഇപ്പോൾ അവിടെ എൻ്റെ ഒരു നെയിം അല്ലെങ്കിൽ ഹീ ഷീ ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ വെർബിൻ്റെ ഫോം മാറും. പക്ഷേ V2 എന്ന് പറയുന്നത്, അതായത് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ഈ V2 ഫോം ഒരിക്കലും 8 സബ്ജക്റ്റിൻ്റെ കൂടെ മാറത്തില്ല. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വെർബുകൾ കൊടുത്തെഴുതാം. സിമ്പിൾ പാസ്റ്റിൽ നമ്മളിപ്പം ഈറ്റ്, അതിൻ്റെ V2 ഫോമാണ് 8. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് 8 എന്ന് പറയുന്ന ഈ V2 ഫോമാണ്. ഇതുപയോഗിച്ച് നിങ്ങൾ തന്നെ ഈ സെൻറ്റൻസുകളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ സ്പീക്കിൻ്റെത് സ്പോക്കാണ്. ഇത് പിന്നെ സ്പോക്കൺ V3 ഫോമാണ്. ഇതൊക്കെ അത് ഇനിയുള്ള ടെൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ V2 മുമ്പേ സിമ്പിൾ പ്രസൻറ്റെല്ലാം V1 ഫോമാണ്. പ്രസൻറ്റിലെല്ലാം എന്താണ്, V1 ഫോമാണ്. പാസ്റ്റിൽ എന്താണ്, V2 ഫോമാണ്. പാസ്റ്റിലേതാണ് V2 ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള എക്സാമ്പിളിൽ നിങ്ങൾ കൂടുതലായിട്ട് സ്വയം ഒന്ന് പരിശീലിച്ച് നോക്കുക. ആദ്യം അർത്ഥം മനസ്സിലാക്കുക. V2 ഫോം സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, സിമ്പിളായിട്ട് ഞാൻ എഴുതി, അല്ലെങ്കിൽ ഞാൻ നിന്നു, ഞാൻ പോയി, ഞാൻ കണ്ടു, ഞാൻ ചിരിച്ചു, ഞാൻ സംസാരിച്ചു, സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഉത്തരങ്ങൾ പറയണമെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ ടെൻസ് അല്ല സിമ്പിൾ പാസ്റ്റായിട്ട് ഉള്ള ഇതാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമ്മളുടെ ചോദിച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്.